ചക്രവാളത്തിനപ്പുറം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗലീലിയോയുടെ ആദ്യത്തെ ഭാഗമായിരുന്നു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായ ഗലീലിയോയെ പറ്റിയുള്ള രണ്ടാം ഭാഗമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 1609 നവംബർ മാസത്തിലാണ് ഗലീലിയോ ചന്ദ്രനെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. കണ്ട കാര്യം വരച്ചു വെച്ചു. അതുവരെ ആരും ചെയ്യാത്ത കാര്യം, വലിയ ഗർത്തങ്ങൾ നിരീക്ഷിച്ചു. അവ സമുദ്രങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു. തൻ്റെ ചെറിയ ടെലിസ്കോപ്പിൽ കൂടിയാണല്ലോ ഗലീലിയോ ചന്ദ്രനെ നിരീക്ഷിച്ചത്. വലിയ വലിയ താഴ്വാരകളും വളരെ വലിയ ഗർത്തങ്ങളും കണ്ട ഗലീലിയോ അവയെ സമുദ്രങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ സമുദ്രങ്ങൾക്ക് ഇറ്റാലിയൻ ഭാഷയിൽ മേർ എന്നാണ് പേര് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗലീലിയോ ആ സമുദ്രങ്ങൾക്കൊക്കെ പേര് കൊടുത്തു. ഇതൊരു പ്രധാനപ്പെട്ട ഗർത്തമാണിത്. പേര് മേർ സെറിനിറ്റാറ്റിസ്. ഇത്തരം നിരവധി ഗർത്തങ്ങൾ ചന്ദ്രനിലുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നതാണ്. സമുദ്രങ്ങൾ മാത്രമല്ല, താഴ്വരകളുണ്ട്, പരന്നതും ഇരുണ്ടതുമായ ഇടങ്ങളുണ്ട്, ഒക്കെ കണ്ടു. ഈ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് ചന്ദ്രനും ഭൂമിയും തമ്മിൽ വ്യത്യാസമില്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ ഗലീലിയോ എത്തിയത്. ഏതാണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള വസ്തുക്കളെ ദൂരത്തിൽ നിന്നാണെങ്കിലും ഗലീലിയോക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണ് അദ്ദേഹം ചന്ദ്രനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ, നാം ജീവിച്ചിരിക്കുന്ന ഭൂമി പോലെ തന്നെയാണ് ചന്ദ്രനും എന്ന ധാരണയിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. നിരന്തരമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തം തള്ളിക്കളയുക അസാധ്യമായി തീർന്നു. കാരണം അത്രയ്ക്കും തെളിവുകളാണ് അതിനകത്തുള്ളത് ആ സിദ്ധാന്തത്തിന്. അങ്ങനെ ഗലീലിയോ അടക്കം കുറച്ചു പേർക്കെങ്കിലും ഭൂമി എന്നാൽ പ്രപഞ്ചകേന്ദ്രം എന്ന ഉന്നത സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട ഒന്നായി മാറി. അത് സൂര്യന് ചുറ്റും ചുറ്റുന്ന നിരവധി വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒരു സാധാരണ ഗ്രഹമായി തരംതാഴ്ത്തപ്പെട്ടു. ഇക്കാരണത്താൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഗലീലിയോ ആയിരുന്നു. കാരണം അദ്ദേഹമാണല്ലോ നേരിട്ട് കണ്ട തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ നിരത്തിയത്. മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ നിരത്താൻ കണ്ട ഭാഷ യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയല്ല. ലാറ്റിൻ ഭാഷ അതൊരു വരേണ്യ ഭാഷയാണ്, യൂറോപ്പിലെ ഒരു വരേണ്യ ഭാഷ. അതിനു പകരം അദ്ദേഹം നാട്ടുകാരുടെ സ്വന്തം ഭാഷയായ ഇറ്റാലിയനിലാണ് ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. പല സ്ഥലത്തും ഗലീലിയോ പൊതുപരിപാടികൾ നടത്തി. പൊതുപരിപാടികൾ നടത്തുന്നത് താൻ വിശ്വസിക്കുന്ന ശാസ്ത്രീയതയെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ കാലത്ത് പോലും ശാസ്ത്രജ്ഞന്മാർ മടിക്കുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ 400 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ഗലീലിയോ തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. ചന്ദ്രനെ തുടർന്ന് ഗലീലിയോ വ്യാഴത്തെയാണ് നിരീക്ഷിച്ചത്. അപ്പോൾ ഉണ്ടായ അനുഭവം ഗലീലിയോയുടെ സ്വന്തം വാക്കുകൾ ഇങ്ങനെയാണ്: 1610 ജനുവരി മാസം 7-ാം ദിവസം രാത്രിയുടെ 1-ാം യാമത്തിൽ ഞാൻ എൻ്റെ സ്പൈ ഗ്ലാസിൽ കൂടെ ആകാശത്തെ നക്ഷത്രഗണങ്ങളെ പരിശോധിക്കുകയായിരുന്നു. വ്യാഴം അവക്കിടയിൽ കാണപ്പെട്ടു. എൻ്റെ സ്പൈ ഗ്ലാസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ മെച്ചപ്പെട്ട ഒന്നായിരുന്നു. അത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം
ആദ്യം ഗലീലിയോ ഉണ്ടാക്കിയ സ്പൈ ഗ്ലാസ്, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ ഇറ്റലിയിലെ ഒരു പ്രസിദ്ധനായ കവിയായിരുന്നു അതിന് ടെലിസ്കോപ്പ് എന്ന് പേര് വെച്ചത്, ഡെമിസിയാനി. അപ്പോൾ ആ ടെലിസ്കോപ്പ്, ആദ്യത്തെ ടെലിസ്കോപ്പ്, ഗലീലിയോയുടെ ആദ്യത്തെ ടെലിസ്കോപ്പിന് വെറും 9 ഇരട്ടി മാത്രം വസ്തുക്കളെ കാണാനുള്ള കഴിവേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അദ്ദേഹം മെച്ചപ്പെടുത്തുകയായിരുന്നു. മെച്ചപ്പെടുത്തുക എങ്ങനെയാണ്? അതിൽ ആദ്യം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ലെൻസുകൾ, ഒരു മുൻഭാഗത്ത് ഘടിപ്പിക്കുന്ന ലെൻസ് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസും പിൻഭാഗത്ത് ഘടിപ്പിക്കുന്ന ലെൻസ് ഒരു ഡബിൾ കോൺകേവ് ലെൻസുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വളരെ കുറഞ്ഞ ഫീൽഡ് മാത്രം കിട്ടുന്ന ഒരു ടെലിസ്കോപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതായത് മാഗ്നിഫിക്കേഷൻ, അതല്ലെങ്കിൽ അതിൻ്റെ കാണുന്ന വസ്തുവിൻ്റെ വലിപ്പം വളരെ ചെറുതായിരുന്നു. ഇത് പിൽക്കാലത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ ടെലിസ്കോപ്പ് അദ്ദേഹം കെപ്ലർക്ക് അയച്ചു കൊടുത്തിരുന്നു. കെപ്ലറുടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നല്ലോ. അപ്പോൾ കെപ്ലറിൻ്റെ ഉപദേശപ്രകാരം മുൻഭാഗത്തെ വലിയൊരു ഡബിൾ കോൺവെക്സും പിൻഭാഗത്തും ഡബിൾ കോൺവെക്സ് ലെൻസും പിടിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ആവർത്തനക്ഷമത, അതല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ വളരെ കൂടിയെന്നാണ്. ആ കൂടിയ മാഗ്നിഫിക്കേഷൻ കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ടെലിസ്കോപ്പ് ആകാശത്തേക്ക് ഉയർത്തിയത്. അങ്ങനെ 1610 ജനുവരി മാസം 7-ാം തീയതി രാത്രിയുടെ 1-ാം യാമത്തിൽ ഞാൻ എൻ്റെ സ്പൈ ഗ്ലാസിൽ കൂടെ ആകാശത്തെ നക്ഷത്രഗണങ്ങളെ പരിശോധിക്കുമായിരുന്നു. വ്യാഴം അവയ്ക്കിടയിൽ കാണപ്പെട്ടു. എൻ്റെ സ്പൈ ഗ്ലാസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ മെച്ചപ്പെട്ട ഒന്നായിരുന്നു. അതാ നേരത്തെ പറഞ്ഞത്. 3 നക്ഷത്രങ്ങൾ ഇവിടെ കാണാം. ഇടതുവശത്തെ നടുക്കുള്ളത് വ്യാഴം, പിന്നെ പടിഞ്ഞാറ് വശത്ത് ഒരെണ്ണം, കിഴക്ക് വശത്ത് 2 അടുത്തടുത്തായി കാണപ്പെട്ടു. മറ്റനേകം നക്ഷത്രങ്ങളിൽപ്പെട്ട 3 എന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം അന്ന് വരെ വ്യാഴത്തിന് ഉപഗ്രഹങ്ങളുണ്ടോ എന്ന അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഏറെക്കുറെ ഒരുപാട് നക്ഷത്രങ്ങളുടെ ഇടക്ക് വ്യാഴത്തിൻ്റെ അടുത്തായി ഈ നക്ഷത്രങ്ങളെ കൂടെ കണ്ടപ്പോൾ അദ്ദേഹം അവയും സാധാരണ നക്ഷത്രങ്ങളുമാണെന്ന് കരുതുകയായിരുന്നു. ക്രാന്തിപഥത്തിന് ഒരേ രേഖയിൽ നിൽക്കുന്ന അവ അതേ വലുപ്പത്തിലുള്ള മറ്റ് നക്ഷത്രങ്ങൾക്കാൾ അല്പം പ്രഭയേറിയതായിരുന്നു. പ്രകാശം കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് മാത്രം. അവയിൽ 2 വ്യാഴത്തിൻ്റെ അടുത്തായി തന്നെ കിഴക്കും 1 പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു. അവ തമ്മിൽ എത്ര ദൂരത്തായിരുന്നു എന്ന കാര്യം ഞാൻ ആലോചിച്ചില്ല. 8-ാം തീയതി, അതായത് പിറ്റേ ദിവസം, എന്തുകൊണ്ടോ എന്നറിയില്ല, ഞാൻ ആകാശത്തേക്ക് നോക്കി. തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ടത്. 3 നക്ഷത്രങ്ങളും, അതായത് ഇന്നലെ കണ്ട 3 നക്ഷത്രങ്ങളും വ്യാഴത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ഉണ്ടായിരുന്നത്. ഇവിടെ വലതുവശത്തെ ചിത്രം നോക്കണം. ഇത് വ്യാഴം 1, 2, 3. അത് ഇന്നലത്തേക്കാൾ അടുത്ത് തന്നെ തുല്യ ദൂരത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് തുല്യ ദൂരത്തിൽ. ലാറ്റിൻ ഭാഷയിൽ നിന്നും ഗലീലിയോയുടെ വാക്കുകൾ മൊഴിമാറ്റം നടത്തിയത് ആൽബർട്ട് വാൻ ഹെൽഡനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗലീലിയോ വ്യാഴത്തെ നിരീക്ഷിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 1610 ജൂലൈ മാസം ഗലീലിയോ നിരീക്ഷിച്ചത് ശനിഗ്രഹത്തെ ആയിരുന്നു. ശനി ഒറ്റക്കല്ല, 3 ഗ്രഹങ്ങളുണ്ടെന്ന് രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെലിസ്കോപ്പ് അത്രയൊന്നും മെച്ചപ്പെട്ടതായിരുന്നില്ല ആദ്യം. ആ ടെലിസ്കോപ്പിൽ നോക്കിയപ്പോൾ കണ്ട പെശക് വന്നതാകാനേ തരമുള്ളൂ. കാരണം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതിൽ ശനിഗ്രഹം മധ്യത്തിലും അതിൻ്റെ ഇരുവശത്തുമായി ഓരോ ചെറിയ ഗ്രഹങ്ങളുമാണ് രേഖപ്പെടുത്തി വെച്ചത്. പിന്നീട് ഏതാണ്ട് 5 ദശകങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ ഹൈജൻസ് തൻ്റെ നല്ല ടെലിസ്കോപ്പ് കൊണ്ട്
ശനിയെ നിരീക്ഷിച്ചപ്പോൾ ഗലീലിയോ കണ്ടത് ശനിയുടെ വളയങ്ങളാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. ഗലീലിയോ സൗരകളങ്കങ്ങളെ കണ്ടെത്തിയതും രേഖപ്പെടുത്തിയതും മറ്റൊരു ജസ്യൂട്ട് പാതിരി ക്രിസ്റ്റഫ് ഷീനറുമായി സുദീർഘമായൊരു വാദകോലാഹലങ്ങൾക്ക് വഴിയൊരുക്കി. ഷീനർ അവർ നേരത്തെ കണ്ടെത്തിയതായി അവകാശപ്പെട്ടതായിരുന്നു കാരണം. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു ജർമ്മൻ പാതിരിയായ ഡേവിഡ് ഫെബ്രീഷ്യസും മകൻ യോഹന്നാസ് ഫെബ്രീഷ്യസും ഇതേ കളങ്കങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. രസകരമായ ഒരു കാര്യം, യൂറോപ്യന്മാർ സൗരകളങ്കങ്ങളെ കാണുന്നതിനും എത്രയോ മുമ്പ് തന്നെ BC 29 ചൈനക്കാർ സൗരകളങ്കങ്ങളെ കണ്ട് രേഖപ്പെടുത്തി വച്ചിരുന്നു. ചൈനക്കാരുടെ രീതി നമുക്കറിയാമല്ലോ. അവർ ആകാശ നിരീക്ഷണം നടത്തിയാൽ കൃത്യമായി രേഖപ്പെടുത്തി ചക്രവർത്തിക്ക് സമർപ്പിക്കുന്നതിന് പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാറുണ്ടായിരുന്നു ചൈനയിൽ. അങ്ങനെ വരുമ്പോൾ അവർ രേഖപ്പെടുത്തിയത് വളരെ കൃത്യമായി തന്നെ ആയിരിക്കണം. യൂറോപ്പ് അക്കാലത്ത് മതപരമായ സംഘർഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. 1616 മാർച്ച് 5 കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തം വേദപുസ്തകത്തിന് യോജിച്ചതല്ലെന്നും ആകാശഗോളങ്ങളുടെ ചലനത്തെപ്പറ്റി കൃത്യമായി പ്രവചിക്കുക മാത്രമാണ് ജ്യോതിഷികളുടെ കടമയെന്ന്, പ്രപഞ്ചത്തിൻ്റെ ഘടനയെപ്പറ്റി പറയാൻ അവർക്ക് അവകാശമില്ലെന്നും കത്തോലിക്ക പള്ളി മേധാവികൾ തീരുമാനിച്ചു. പക്ഷേ ഇതിനെതിരെ സംസാരിച്ചത് ഗലീലിയോ മാത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഉറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു, മതകാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും സദാചാര കാര്യങ്ങളിലും സംസാരിക്കാൻ തീർച്ചയായിട്ടും മതത്തിന് തന്നെയാണ് അവകാശം. അതേസമയം പ്രപഞ്ചത്തെപ്പറ്റിയും ശാസ്ത്രത്തെപ്പറ്റിയും സംസാരിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് വിട്ടുകൊടുക്കണം എന്ന് ഗലീലിയോ പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് വിനയായി തീർന്നത്. അക്കാലത്ത് മാർട്ടിൻ ലൂഥർ നയിച്ച പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ തിരുത്തൽവാദ പ്രശ്നങ്ങളിൽപ്പെട്ട് കത്തോലിക്ക വിഭാഗം ആടി ഉലയുകയായിരുന്നു. 1623 കോപ്പർനിക്കൻ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ഗലീലിയോ എഴുതിയ പുസ്തകം ഡയലോഗ് കൺസേണിംഗ് ദി 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒക്കെ ആണെങ്കിലും ഗലീലിയോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തായിരുന്ന മാഫിയോ ബർബരീനി എന്ന ബിഷപ്പിനെ അത് കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. എന്നിട്ടും പിന്നീട് ബാർബരീനി അർബൻ 8ാമനായിട്ട് അധികാരമേറ്റപ്പോൾ ആണ് ഗലീലിയോക്ക് ഇൻക്വിസിഷന്റെ ദൗർഭാഗ്യം നേരിടേണ്ടി വന്നത്. വലതുവശത്ത് ബാർബരീനിയുടെ ചിത്രം കാണാം. വലതുവശത്ത് മാർട്ടിൻ ലൂഥറിന്റെ ചിത്രം കാണാം. ഇൻക്വിസിഷന്റെ അതല്ലെങ്കിൽ കുറ്റവിചാരണയുടെ കാലമായിരുന്നു അത്. റോമൻ കത്തോലിക്ക പള്ളി തങ്ങളുടെ അധികാര പ്രമത്തത അടിച്ചേൽപ്പിക്കാൻ ഒരു ബലിയാടിനെ തേടുകയായിരുന്നു. പുസ്തകത്തിൻ്റെ പേരിൽ അവർ ഗലീലിയോയെ മതദ്രോഹ കുറ്റം ചെയ്തതായി ആരോപിച്ച് വിചാരണ ചെയ്തു. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ഗിയർഡാനോ ബ്രൂണോ ഒക്കെ സംഭവിച്ച ഗുരുതരമായ അത്യാഗ്രഹത്തെ മനസ്സിലാക്കിയിട്ടോ എന്തോ എന്നറിയില്ല. കുറ്റവിചാരണ സമയത്ത് തന്നെ ഗലീലിയോ വ്യക്തമാക്കിയിരുന്നു, എൻ്റെ പുസ്തകത്തിൽ ഞാനത് സൗരകേന്ദ്ര സിദ്ധാന്തത്തിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയതല്ല, മറിച്ച് വേദപുസ്തകത്തെയോ അല്ലെങ്കിൽ മതത്തെയോ നിരാകരിക്കാനുമുള്ള പുസ്തകവുമല്ല. എന്നിട്ടും 1836 വരെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പള്ളി നിരോധിച്ചു. കത്തോലിക്ക സ്വാധീനം കുറഞ്ഞ രാജ്യങ്ങളിൽ പുസ്തകം വ്യാപകമായി വായിക്കപ്പെട്ടു.
92 മാത്രമാണ്, അതായത് 1992 മാത്രമാണ് ഗലീലിയോയുടെ ആശയങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതും അദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്തതും തെറ്റായിപ്പോയി എന്ന് കത്തോലിക്ക പള്ളി ഏറ്റുപറഞ്ഞതും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതുമൊക്കെ. വീട്ടുതടങ്കലിലായ ഗലീലിയോ അവസാന കാലം പൂർണ്ണ അന്ധനായിട്ട് 1642 അന്തരിച്ചത്. ഗലീലിയോയുടെ ടെലിസ്കോപ്പ് ഒരു തുടക്കം മാത്രമായിരുന്നു. ശേഷം യൂറോപ്പിൽ ടെലിസ്കോപ്പുകൾ പലതരത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ കാണാം, ഇത് ഗലീലിയോയുടെ ടെലിസ്കോപ്പാണ്. അതിനുശേഷം 1642 ജനിച്ച ഐസക് ന്യൂട്ടൻ ഉണ്ടാക്കിയ പ്രതിഫലന ടെലിസ്കോപ്പാണിത്. അത് മറ്റൊരു ടെലിസ്കോപ്പാണ്. അതേപോലെ ക്രിസ്ത്യൻ ഹൈജൻസ് ഉണ്ടാക്കിയ വലിയ ടെലിസ്കോപ്പായത് കൂറ്റൻ ടെലിസ്കോപ്പ്, ഏരിയൽ ടെലിസ്കോപ്പ് എന്ന് പറയും അതിന്. അങ്ങനെ നിരവധി തരത്തിലുള്ള ടെലിസ്കോപ്പുകൾ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. ശാസ്ത്രജ്ഞരും അല്ലാത്തവരും ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കിക്കുകയോ ചെയ്തു. സമൂഹത്തിലെ ഉന്നതന്മാരുടെയും പ്രഭുക്കളുടെയും തീന്മേശകളിൽ ടെലിസ്കോപ്പ് ഒരു ചർച്ചാ വിഷയമായി. അങ്ങനെ യൂറോപ്പ് ക്രമേണ മതപരമായ കർക്കശത്വത്തിൽ നിന്നും മോചിച്ച് ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും പാതയിലേക്ക് കടന്നതോടെ നവോത്ഥാനത്തിൻ്റെ സുവർണശോഭ വരവേറ്റു. കോപ്പർനിക്കസിൻ്റെയും ടൈക്കോ ബ്രാഹെയുടെയും ഗലീലിയോയുടെയും ആശയങ്ങളും പ്രവർത്തനവും പ്രപഞ്ചത്തെപ്പറ്റിയുള്ള അതുവരെയുണ്ടായിരുന്ന ധാരണകൾ പാടെ മാറ്റിമറിച്ചു. പ്രപഞ്ചം അതിബൃഹത്തായ ഒന്നാണെന്നും ഭൂമിയുടെ അതിലെ സ്ഥാനവും സ്വാധീനവും തീരെ അപ്രധാനമാണെന്നുമുള്ള കാഴ്ചപ്പാടിലേക്ക് ചെറിയ ഒരു വാതായനമായിരുന്നു അവർ തുറന്നിട്ടത്. ഭൂമി പ്രപഞ്ചമധ്യത്തിൽ നിന്നും പുറത്തായതോടെ മനുഷ്യർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭൂമിയല്ല അവർക്ക് ചുറ്റുമുള്ളത് എന്ന ഒരു ചിന്ത മനുഷ്യനെയും അവൻ സൃഷ്ടിച്ച ദൈവങ്ങളെയും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഗലീലിയോ ജനിച്ച അതേ വർഷം 1564 ജനിച്ച മറ്റൊരു ജർമ്മൻ പാതിരിയും ജ്യോതിഷിയും ജ്യോത്സ്യനുമായിരുന്നു ഡേവിഡ് ഫെബ്രീഷ്യസ്. ആവർത്തന സ്വഭാവമുള്ള ആദ്യത്തെ ചരനക്ഷത്രത്തെ, വാരിയബിൾ സ്റ്റാർ, 1596 ഡേവിഡ് ഫെബ്രീഷ്യസ് ആണ് കണ്ടെത്തിയത്. ആദ്യത്തെ നിരീക്ഷണത്തിൽ അതൊരു നോവയാണെന്നായിരുന്നു കരുതിയത്. എന്താണ് നോവ? നോവ എന്നാൽ ഒരു നക്ഷത്രത്തിൻ്റെ, ഒരു സാധാരണ നക്ഷത്രത്തിൻ്റെ അന്ത്യകാലം അടുത്താൽ അത് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച് അതിൻ്റെ പ്രകാശം 10 മടങ്ങ് കൂടി കുറെ കാലത്തേക്ക് ശോഭയോടെ നിൽക്കും. ഇതിനെ അക്കാലത്ത് നോവ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ പുതിയ വസ്തു പിന്നീട് 1609 അതിന് പ്രകാശ വ്യതിയാനം സംഭവിച്ചു. അപ്പോഴായിരുന്നു അതൊരു പുതിയ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇവിടെ വലത്തെ വശത്ത് കാണുന്ന ചിത്രം സെറ്റസ് എന്ന നക്ഷത്രഗണത്തിലെ ഒമിക്രോൺ സെതി എന്ന നക്ഷത്രമാണത്. അതിൻ്റെ പ്രകാശത്തിൻ്റെ വ്യതിയാനം ഇവിടെ കാണാം, നോക്കിയാൽ കാണാൻ പറ്റും. അതിനിപ്പോൾ കൊടുത്തിരിക്കുന്ന പേര് മിറ എന്നാണ്. എന്നാൽ ചരനക്ഷത്രം എന്നാൽ എന്താണെന്ന് നോക്കാം. കൃത്യമായ ഇടവേളകളിൽ പ്രകാശത്തിന് മാറ്റം വരുന്ന നക്ഷത്രങ്ങളെയാണ് ചരനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അത്തരം നക്ഷത്രങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന്, നക്ഷത്രത്തിൻ്റെ ആന്തരിക സ്വഭാവം കൊണ്ട് പ്രകാശ വ്യതിയാനം വരുന്നു. രണ്ടാമത്, നക്ഷത്രത്തിൻ്റെ ബാഹ്യ കാരണങ്ങളാൽ കൃത്യമായ ഇടവേളകളിൽ നക്ഷത്രം സ്പന്ദിക്കുന്നതായി തോന്നുന്നു. 2 നക്ഷത്രങ്ങൾ, അതായത് ഇരട്ടകൾ, ബൈനറി സ്റ്റാർസ് എന്ന് പറയും, പരസ്പരം ഒരു ഗുരുത്വ കേന്ദ്രത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് പ്രകാശ വ്യതിയാനം അതിനെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ കാണാം. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ മാതൃനക്ഷത്രത്തെ ചുറ്റുന്ന രണ്ടാമത്തെ നക്ഷത്രം ഭൂമിക്ക് നേരെ വരുമ്പോൾ
പിന്നിലിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് കുറവ് വരുന്നതാണ് കാരണം. ഇവിടെ കാണാം അത് ജനുവരി 2019 ഒരു മിറ നക്ഷത്രത്തിൻ്റെ പ്രകാശവും ഡിസംബർ 2019 ഉണ്ടായിരുന്ന വ്യത്യാസവും കാണാം, പ്രകാശ വ്യതിയാനം. 2 വർഷങ്ങൾക്ക് ശേഷം മകൻ ഡേവിഡ് ഫെബ്രീഷ്യസിൻ്റെ മകൻ ജോഹന്നാസ് ഫെബ്രീഷ്യസുമൊത്ത് രണ്ടുപേരും കൂടി ചേർന്ന് സൗരകളങ്കങ്ങളെ കണ്ടുപിടിച്ചു. കൂടാതെ ഈ കളങ്കങ്ങളെ ഒരു പിൻഹോൾ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് വിളിക്കും ഉണ്ടാക്കി അതുപയോഗിച്ച് പ്രക്ഷേപണം ചെയ്തു. പിൻഹോൾ ക്യാമറ ആദ്യമായി നിർമ്മിച്ചത് ഫെബ്രീഷ്യസ് ഒന്നുമല്ല, 2015 പ്രസിദ്ധ അറബ് ശാസ്ത്രജ്ഞൻ ഇബ്ൻ അൽ ഹൈത്താമായിരുന്നു അതുണ്ടാക്കിയത്. ഫെബ്രീഷ്യസ് സൗരകളങ്കങ്ങളുടെ ചലനത്തിൽ നിന്നും സൂര്യൻ്റെ ഭ്രമണകാലം കണ്ടെത്തി. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. സൂര്യപ്രതലത്തിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന രൂപങ്ങളാണ് സൗരകളങ്കങ്ങൾ. പ്രതലത്തിലെ ചുറ്റുമുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് സൗരകളങ്കങ്ങൾ ഇരുണ്ടിരിക്കും. ഇവ ഇരട്ടകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. സൗരപ്രതലത്തിലെ കാന്തിക ക്ഷേത്രത്തിലെ വ്യതിയാനങ്ങൾ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വ്യതിയാനങ്ങൾ, താപനില കുറഞ്ഞ പ്രദേശങ്ങളെയാണ് കളങ്കങ്ങളായി നാം കണക്കാക്കുന്നത്. ഇവയുടെ എണ്ണം ഓരോ 11 വർഷം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിന് സൗരചക്രം അല്ലെങ്കിൽ സോളാർ സൈക്കിൾ എന്ന് പറയും. സൗരപ്രതലത്തിൽ കളങ്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയം മുതൽ അത് സൗരപ്രതലത്തിൻ്റെ മറുവശത്ത് അപ്രത്യക്ഷമാകുന്ന സമയം വരെയുള്ള കാലം കണക്ക് കൂട്ടിയെടുത്താൽ സൂര്യൻ്റെ സ്വയം ഭ്രമണകാലം കണ്ടുപിടിക്കാം. ഇത് ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് ഫെബ്രീഷ്യസ് സൂര്യൻ 25.4 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത്.